ഗൈസ് അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് നമ്മുടെ പഴയ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ വീട്ടിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വീടും കയറിയെല്ലാം ക്ലീൻ ചെയ്താണ് ഇപ്പോൾ നമ്മൾ പഴയ വീട്ടിലൊക്കെ വന്ന് കുറേ ദിവസമായി. ഇനി എന്തായാലും നമ്മൾ ഈ വണ്ടിക്ക് പെട്രോൾ എന്തായാലും ചെറുതായി കമ്മിയായി കാണിക്കുന്നുണ്ട്. ഒരു ഫുൾ ടാങ്ക് അടിച്ചിട്ട് വരും ഗൈസ്. നിങ്ങൾക്കറിയാലോ ഞാൻ പണ്ടോട്ടേ റിച്ച് ആണെന്ന്. നേരെ പോയിട്ട് എന്തായാലും നമുക്ക് ഈ വണ്ടിൻ്റെ പെട്രോൾ ടാങ്ക് ഫുള്ളാക്കാം. നേരെ നമ്മൾ എന്തായാലും പെട്രോൾ പമ്പിലെത്തി. എന്താ പറയുക, പെട്രോൾ പമ്പ് ആരെയും കാണാനില്ല. ഓക്കെ ഗൈസ്, അവിടെ കുറേ നേരമായിട്ട് ആരെയും കാണുന്നില്ല പെട്രോൾ പമ്പിൽ. ഓക്കെ ഗൈസ്, കുറേ നേരത്തിന് ശേഷമാണ് പെട്രോൾ പമ്പ് താളം അവിടെ നിൽക്കുന്നത്. നമുക്ക് എന്താണ് ചോദിച്ചിട്ട് വരിക ഗൈസ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ ബസ്സും നിൽക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഓഫീസിൽ പോയിട്ട് എന്താ കാര്യം, പെട്രോൾ പമ്പ് ക്ലോസ്ഡ് ആണോ എന്ന് നോക്കാം. അപ്പോൾ അവർ ഗൈസ് നമ്മുടെ ബൈക്ക് വീണ് കേട്ടോ. അതെന്തോ അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, നമ്മൾ എന്താ പെട്രോൾ പമ്പിൽ ചേട്ടൻ ചോദിക്കാം. ഓക്കെ ചേട്ടാ, എന്താണ് ഇന്ന് പെട്രോൾ പമ്പൊക്കെ ക്ലോസ് ആയിരിക്കുന്നത്? ഇവിടെ ഒരു പ്രോഗ്രാം നടക്കണ് മോനെ. എന്നെ ആരാണ് ആദ്യം ഫൈറ്റ് ചെയ്തിട്ട് എന്നെ തോൽപ്പിക്കുന്നത് അവർക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന ബസ് ഫ്രീ ആയി കിട്ടും. ഉറപ്പാണല്ലോ അല്ലേ? അതിനെന്തിനാ ചേട്ടൻ എങ്ങനെ അടിച്ചിട്ടത്? ഇതാ ഒന്ന് പിടിച്ച എൻ്റെ ഒരു മഹാ പ്ലാസ്റ്റിക് കിക്ക്. അതിന് മുമ്പ് ഒരു മിനിറ്റ് ചേട്ടാ, ഈ ബസ് എന്തായാലും തരുമല്ലോ അല്ലേ? കേസ് ബസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, വേറെ ലെവൽ ബസ്സൊക്കെ തന്നെ. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും ഈ ചേട്ടൻ ഒന്ന് അടിച്ചിട്ട് തോൽപ്പിക്കാം. ഇങ്ങോട്ട് നിൽക്കണം, അങ്ങോട്ട് നിൻ്റെ ഇന്ന് നേരാക്കിയിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, നമ്മളെന്തായാലും നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് ചേട്ടനെ. ചേട്ടാ ഓക്കെ, നമ്മുടെ ചേട്ടൻ ഡെഡ് ആയിട്ടുണ്ട് ഗൈസ്. പാവട്ട തലയൊക്കെ നോക്ക്. അതെന്തായിക്കോട്ടെ, നമുക്ക് എന്തായാലും ബസ് കിട്ടിയല്ലോ. ഓക്കെ ഗൈസ്, ഇനി എന്തായാലും നമ്മുടെ ഈ ബസ് നമ്മുടെ സ്വന്തം. ഈ ബസ്സിനെ വെച്ചിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യാനാ? മിണ്ടാണ്ട് നമുക്ക് എന്തായാലും ബസ് ഡ്രൈവറായിട്ട് നമുക്ക് നല്ല പൈസയൊക്കെ കിട്ടും. അപ്പം നേരെ നമുക്ക് എന്തായാലും ബസ് ഓട്ടിച്ചിട്ട് ആൾക്കാരിനെയൊക്കെ എവിടേക്കും കയറ്റിയിട്ട് പോയിക്കാനാ നല്ല പൈസ കിട്ടും കേസ്. എന്തായാലും ബസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടവരൊന്ന് ചാനലൊക്കെ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യും. നമ്മളെന്തായാലും ഇനി ബസ് ഡ്രൈവർ അയക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇനി കുറേ ആൾക്കാരിനെയൊക്കെ വിളിച്ചിട്ട് നേരെ എയർപോർട്ടിൽ കൊണ്ടുപോകുക കേസ്. അപ്പോൾ ഇവിടെ ഒരു മാഡം ഒക്കെ നിൽക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും സംസാരിച്ച് നോക്കാം. ഓക്കെ മാഡോ സാർ, ഓക്കെ സാറ് നിൽക്കണേ. സാറേ, ഈ ബസ് എയർപോർട്ടിലേക്കാണ് പോണത്. സാറിന് എയർപോർട്ടിലേക്ക് പോകണോ? അതെ, എനിക്ക് എയർപോർട്ടിലേക്ക് പോകണം. താൻ അവിടെ നിന്ന് ഇതാ ഞാൻ ബസ്സിൽ കയറണു. ഓക്കെ സാറേ, ബസ്സിൽ കയറിക്കോളി, പോവാം. അങ്ങനെ കേസ് നമ്മൾ എന്തായാലും കുറേ പേരിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് കേസ്. ഇവിടെ ഒരു സാറും മാഡവും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെട്രോൾ പമ്പിൽ നിന്ന് എയർപോർട്ട് വരെ എത്തിക്കും കേസ്. അപ്പം നേരെ നമുക്ക് എന്തായാലും ഇവനെ കയറ്റിക്കൊണ്ടു. അങ്ങനെ കേസ് നമ്മൾ എന്തായാലും എയർപോർട്ടിൽ ഇവനെയൊക്കെ ഒന്ന് ഇറക്കി വിടണം. ഇപ്പോൾ എത്ര 50 പേരൊക്കെ കയറിയിട്ടുണ്ട് കേസ്. നമുക്ക് നിറയെ കളക്ഷൻസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പൈസ. ഓക്കെ, ഈ ബസ് പരിപാടി അടിപൊളി പരിപാടിയൊക്കെ തന്നെ. നമുക്ക് എന്തായാലും ഇവനെ എയർപോർട്ടിൽ സേഫ് എത്തിക്കാം. എടാ വണ്ടിയാണെങ്കിൽ അനങ്ങുന്നില്ല കേട്ടോ, കാരണം മൊത്തം ആൾക്കാരാണ്. നമ്മളെന്തായാലും നല്ല സ്റ്റൈലിലേക്കാണ് വണ്ടിയൊക്കെ ഓട്ടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വണ്ടി ഓട്ടിക്കുന്ന സ്റ്റൈലൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്തായാലും ഈ ബസ്സിന് എടുത്തിട്ട് നേരെ എയർപോർട്ടിൽ ലാൻഡാക്കാം. ഇവരൊക്കെ നൈറ്റിൽ എവിടേക്കോ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ, കാരണം ഇവരൊക്കെ ഫ്ലൈറ്റിൽ എവിടേക്കോ പോകാൻ പോകുന്ന ആൾക്കാരാണ്. നമ്മളെന്തായാലും ഇവിടെ ഇറക്കി വിട്ടത് നമുക്കിപ്പോൾ എത്ര കാശ് കിട്ടി അറിയണ്ടേ? ടോട്ടലായി പറയട്ടെ കേസ് 50,000 റുപ്പീ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മതി. ഓക്കെ കേസ്, നമ്മളെല്ലാവരെയും ഇറക്കി വിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക് പോകുക കേസ്. ഓക്കെ, നമ്മുടെ ബസ് ചെറുതായി ഇടിച്ചു തോന്നും കേട്ടോ, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഉള്ളിൽ കയറ്റാം. അങ്ങനെ കേസ് നമ്മുടെ ബസ് പരിപാടിയൊക്കെ അടിപൊളിയാണ്. നമുക്ക് നല്ല ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബസ് ഡ്രൈവറായ ഞാൻ എന്താ പറയുക കേസ് ഇപ്പോൾ ആലോചിക്കുന്നത്, നമ്മൾ എന്തിനാ വന്നത്, എന്തൊക്കെയാണ് നടന്നതില്ലേ? നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പോയതാണ്. നോക്കിയാൽ നടന്നിപ്പോൾ ബസ് ഡ്രൈവറായി. നമ്മുടെ വണ്ടി വരെ ഹൈബൂസ നമ്മുടെ പെട്രോൾ പമ്പിലായിരിക്കുന്നത്. ഇനി ഹൈബൂസൊക്കെ എടുക്കാൻ പോകണം. എടാ നമ്മുടെ വണ്ടി സെറ്റായിട്ടുണ്ടല്ലേ, വേറെ ലെവലായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അയാളെ അടിച്ചിട്ടപ്പോൾ ഒരു സമാധാനം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് മറക്കല്ലേ.